ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം ഈ വരുന്ന സാറ്റർഡേ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാവരും നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഇത് റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത്. അല്ലെ, നമ്മളുടെ ഇതുവരെ നമ്മൾ സിലബസ് അനുസരിച്ച് പഠിച്ച കാര്യങ്ങളുടെ ഒരു റാപ്പിഡ് റിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എല്ലാ കാര്യങ്ങളും വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന സെറ്റായ കാര്യങ്ങൾ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്ത് സമയം കളയുന്നതിനേക്കാൾ നല്ലത് മെജോറിറ്റി നമുക്ക് എന്താണ് ടഫ് ആകാൻ സാധ്യതയുള്ള മേഖല, അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി റിസ്ക് ആണ് എന്ന് തോന്നുന്ന ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഏരിയ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ലേ. അങ്ങനെ നമുക്ക് ഏറ്റവും അധികം ടഫ് ക്വസ്റ്റ്യൻസ് വരാറുള്ള ഇമ്പോർട്ടൻറ്റ് ആക്സ് എന്ന് പറയുന്ന മേഖലയിൽ കഴിഞ്ഞ LDC എക്സാമിൻ്റെ കുറേയധികം സ്റ്റേജസിൽ നടന്നല്ലോ. ആ എല്ലാ സ്റ്റേജസിലെയും ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എക്സാമിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകും. ജസ്റ്റ് നിങ്ങൾക്ക് അത് എന്താണ് ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ പാകത്തിന്, ഓക്കെ, ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കാൻ പാകത്തിന്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5 മാർക്ക് നമുക്ക് അതിൽ നിന്നാണ് ഈ പറയുന്ന മേഖലയിൽ നിന്നൊക്കെ ചോദിക്കാറുണ്ട്, ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ മനസ്സിലിരുത്തി അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ വെറുതെ റിലേറ്റഡ് ഫാക്ട്സ് അല്ല, വിത്ത് SCRT ടെക്സ്റ്റിലെ പ്രൂഫ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, SCRT ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് പുതിയ ടെക്സ്റ്റ് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും പ്ലസ് അഡീഷണൽ ഫാക്ട്സ് വെച്ചിട്ടായിരിക്കും ഞാൻ പറയാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ട്രസ്റ്റ് മീ, ഇതിന് ചോദ്യം വന്നിരിക്കും. ഓക്കെ, അപ്പോൾ മുഴുവനായിട്ടും കാണുക. വളരെ കുറച്ച് നേരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് സ്പീഡിൻ്റെ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് യൂട്യൂബിലെ സൈഡ് സെറ്റിംഗ്സിലെ പ്ലേ ബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലോട്ട് കിടക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് സ്വാഭാവികമായിട്ട് ഇത് എൻ്റെ ടിപ്സിൽ പറയുന്ന ഒരു കാര്യമായിട്ട് വിചാരിക്കാം. നമുക്ക് ഏതൊരു എക്സാമിന് മുമ്പും നമുക്ക് സ്വാഭാവികമായിട്ട് ടെൻഷൻ വരും. ഓക്കെ, ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ എഴുതാൻ ശ്രമിച്ചാലും നമുക്ക് ടെൻഷൻ വരും. അറിയോ, കിട്ടുമോ, ഇതിലെങ്കിലും എനിക്ക് കിട്ടണ്ടേ, ഇതെൻ്റെ പ്രതീക്ഷയാണ്, അങ്ങനത്തെ കുറേയധികം ടെൻഷൻസ് നമുക്ക് വരും. അങ്ങനത്തെ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു എക്സാം എഴുതുമ്പോൾ ആദ്യം ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം എഴുതാൻ ശ്രമിക്കാൻ. ഓക്കെ, ടെൻഷൻ ഫ്രീ ആയിട്ട് വേണം എഴുതാൻ ശ്രമിക്കുക. കാരണം ഈ ടെൻഷനാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലും തെറ്റിക്കുന്നത്. ഓക്കെ, വളരെ കൂൾ ആയിട്ടുള്ള രീതിയിൽ പോയി എക്സാം എഴുതുക. ചിലപ്പോൾ നമുക്ക് ചോദ്യപേപ്പർ ആദ്യം കാണുമ്പോൾ ഒന്നും ഓർമ്മ വരണമെന്ന് ഇല്ല, ടെൻഷൻ കാരണം കേട്ടോ. പക്ഷെ പതുക്കെ അയച്ചു വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലോട്ടൊക്കെ എത്താൻ സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എഴുതാണ്. ഇത് എല്ലാവരും ശ്രമിച്ചാൽ പോലും പലർക്കും എങ്കിലും വരാതിരിക്കില്ല. ഓക്കെ, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും കിട്ടാതെ വന്നാൽ എന്നൊക്കെയുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വരും. അപ്പൊ അങ്ങനത്തെ യാതൊന്നും വേണ്ട, നമ്മൾ എന്ത് ചെയ്യാം, ടെൻഷൻ ഫ്രീ ആയിട്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അഭിമുഖീകരിക്കേണ്ടി വരും. എസ്പെഷ്യലി ഈ പറയുന്ന ഇമ്പോർട്ടൻറ്റ് ആക്സ് എന്നുള്ള ഏരിയയിൽ. അതിൽ ചിലപ്പോൾ ശരിയായത് ഏതാണ്, തെറ്റായത് ഏതാണ്, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ വരും. സോ വെനെവർ യു ആർ കം അക്രോസ്, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യമേ അത് എന്തിനെ കുറിച്ചാണെന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണെന്ന് പറഞ്ഞിട്ട്, രണ്ടാമത് ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ ഒന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിടുക. ഇത് നിങ്ങൾക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താൻ സഹായിക്കും. ശരിയായതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അറിയാത്തതാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആക്ടിൽ നമ്മൾ ലാസ്റ്റ് വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത് ഒന്നും പെട്ടെന്ന് ഓർക്കില്ല ആ ഒരു ടൈമിൽ. ഓക്കെ, അപ്പോൾ ഈ ശരിയായത് നമ്മൾ മാർക്ക് ചെയ്തിട്ടാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, അല്ലെ. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന ഒരു മനുഷ്യാവകാശ സംരക്ഷണ നിയമം, അല്ലെ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്ന് തന്നെ നമ്മൾ പറയണം. ഓക്കെ, മനുഷ്യാവകാശ നിയമം എന്നല്ല, മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു ബോഡി എന്ന് പറയുന്നത്. 1993 ഒക്ടോബർ 12 ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്, അല്ലെ. ദെൻ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ഒബ്വിയസ്ലി അത് ശരിയാണ്. ദെൻ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഓൾ ഓഫ് ദ എബവ് ആണ് ശരി. നമുക്ക് SCRT പറഞ്ഞിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് വേണ്ടത് മാത്രം ഞാൻ പറയും, അതൊന്ന് നോക്കാട്ടോ. അപ്പോൾ നോക്കൂ, 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ കുറിച്ച് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞതൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദെൻ എത്ര, ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്, ചെയർപേഴ്സൺ ഉൾപ്പെടെ. അപ്പോൾ ടോട്ടൽ 6 മെമ്പേഴ്സ്, 1 + 5, അല്ലെ, ടോട്ടൽ 6 മെമ്പേഴ്സ് ആണ് ഉള്ളത്. ദെൻ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. വിരമിച്ച കണ്ടോ, റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജിയോ ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെങ്കിലും ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും മറ്റു ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാൻ, അല്ലെ. ആ കമ്മീഷനിലെ പ്രധാനമന്ത്രി ഉണ്ട്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ
പ്രതിപക്ഷ നേതാവ് ഒപ്പോസിഷൻ മിനിസ്റ്റർ ഉണ്ട്, ലോക്സഭയുടെ ഒപ്പോസിഷൻ മിനിസ്റ്റർ ഉണ്ട്, അതുപോലെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്, രാജ്യസഭ ഒപ്പോസിഷൻ മിനിസ്റ്റർ ഉണ്ട്, ഹോം മിനിസ്റ്റർ ഉണ്ട്, 1 2 3 4 5 6 ഇങ്ങനെയുള്ള 6 മെമ്പേഴ്സ് അടങ്ങുന്ന കമ്മിറ്റി സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ് രാഷ്ട്രപതി എന്ത് ചെയ്യുന്നത്, ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ഓക്കെ, ദെൻ കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെ, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത്. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, 5 വർഷം എന്നുള്ളതായിരുന്നു. ടോട്ടൽ 6 മെമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്. എക്സ് ഒഫീഷ്യോ അംഗങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല ആരൊക്കെയാണെന്നുള്ളത്. 7 പേരാണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്ന് പറഞ്ഞിട്ട് അല്ലെ. ദേവിടെ എഴുതിക്കണല്ലേ ചുമതലകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, ദെൻ മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അന്തർദേശീയ കരാറുകളൊക്കെ വിശകലനം ചെയ്യാനുള്ളതുണ്ടോ എന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല. അതെ, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ SCERT ടെക്സ്റ്റിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യും, നമുക്ക് തന്നിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചധികം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ? ചെയർമാൻ ആവാനുള്ള ക്വാളിഫിക്കേഷൻ മാത്രമേ നമുക്ക് ടെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അംഗങ്ങളുടെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അംഗങ്ങളുടെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആയ ഒരു അംഗം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൈക്കോടതി ചീഫ് ജഡ്ജി അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജഡ്ജി ആയ ഒരു അംഗം ഉണ്ടായിരിക്കണം. പിന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിജ്ഞാനമുള്ള 3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതെന്നാണ്. ഇത് ആക്ച്വലി കേരള ഗവേണൻസിന്റെ ഭാഗത്തും അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആക്ടിലും വരുന്നത് തന്നെയാണ് വനിതാ കമ്മീഷൻ. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോകാം. ചെയർപേഴ്സൺ ശ്രീമതി സതീദേവിയാണ്, ശരിയാണ്. ഇവിടെയും ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്, ശരിയാണ്. ദെൻ കമ്മീഷൻ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ടോ? അങ്ങനെ ഒരു അധികാരമുണ്ടോ? ഏതെങ്കിലും ഇപ്പൊ നമ്മൾ പറയുന്ന കുറെ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻസിന് ആ ഒരു ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. ശിക്ഷാ നടപടി സ്വീകരിക്കാനുള്ള അധികാരമില്ല. ശരിയായ പ്രസ്താവന ആയതുകൊണ്ട് 3 എന്തായാലും പോകും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ കേരള വനിതാ കമ്മീഷനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഇതേ പാഠഭാഗത്ത് നമ്മളുടെ എന്താണ് ഈ പറയുന്ന 9th സ്റ്റാൻഡേർഡിന്റെ SCERT ഉണ്ട്. നമുക്കൊന്ന് വേഗം നോക്കാം, വേണ്ടത് മാത്രം. ഇവിടെ സംസ്ഥാന വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്. 1996 മാർച്ച് 14 തിരുവനന്തപുരമാണ് ആസ്ഥാനം. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ പട്ടം. ഓക്കെ, പട്ടം എന്ന് തന്നെ എടുത്ത് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലതിലും ബുക്സിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എന്ന് മാത്രമേ കാണുള്ളൂ. പട്ടം തിരുവനന്തപുരം എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ കവയിത്രി സുഗതകുമാരിയായിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. സോ ടോട്ടൽ 5 മെമ്പേഴ്സ് ആണ്. ഓക്കെ, ടോട്ടൽ 5 മെമ്പർ, ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണ് വനിതാ കമ്മീഷനിൽ ഉള്ളത്. ഔദ്യോഗിക കാലാവധി എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ 5 മെമ്പേഴ്സ് ഉണ്ട്, 5 വർഷമാണ് കാലാവധി. ഓക്കെ, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കേരള വനിതാ കമ്മീഷൻ രൂപീകൃതമാകുമ്പോൾ നമ്മുടെ CM ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു? AK ആന്റണി ആയിരുന്നു. ഓക്കെ, AK ആന്റണി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നീക്കം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? സംസ്ഥാന സർക്കാരാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ഇപ്പൊ പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം എന്താണ് അതിൽ വ്യക്തമായിട്ട് ലൈംഗിക അതിക്രമം എന്താണെന്നും ലൈംഗിക പീഡനം എന്താണെന്നും എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ആക്ടിന്റെ അണ്ടറിൽ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി അസോൾട്ട് ആൻഡ് ഹെറസ്മെന്റ് ആർ ബോത്ത് ഡിഫറെന്റ്. ഇത് രണ്ടും ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് അതിക്രമം വെച്ചിട്ടും പീഡനം വെച്ചിട്ടും ആ ഒരു ഡെഫിനിഷനിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് വെച്ചിട്ടാണ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നോക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണെന്നുള്ളതാണ്. അതിന്റെ ആ ഒരു പേരാണ് വോയൂറിസം. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യൻ പീനൽ കോഡ് IPC 354C ഇത് പറയുന്നത്. ഓക്കെ, വോയൂറിസം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നൗ IPCയുടെ പേരെന്താണ്? ഭാരതീയ ന്യായ സംഹിത, BNS. ഓക്കെ, അപ്പോൾ ഇപ്പോഴും സ്റ്റിൽ ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വരാട്ടോ. IPC CRPC ഇപ്പോൾ അതിന്റെ പേരെന്താണ്? ഓക്കെ, അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും.
നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ആക്ച്വലി ഇത് ടെക്സ്റ്റിൽ ഇപ്പോഴും 1 കോടി രൂപ വരെ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആക്ച്വലി 50 ലക്ഷം രൂപ വരെ എന്നുള്ളതാണ് കറക്റ്റ്. ഓക്കെ, ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. ഇത് ആക്ച്വലി സെക്ഷൻ 34 ഈ പറയുന്ന കമ്മീഷനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 34. ഓക്കെ, ഈ 34 വകുപ്പ് പ്രകാരം പറയുന്നത് 50 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സേവനങ്ങൾക്കും ചരക്കുകൾക്കും എതിരെയുള്ള പരാതികൾ പരിഗണിക്കുന്നതിനാണ് അധികാരം ഉള്ളത്. ഇനി ജില്ലാ കമ്മീഷനിലെ അംഗങ്ങൾ പറയുകയാണെങ്കിൽ ഒരു പ്രസിഡന്റും പിന്നെ 2ൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങളുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ആരാണ്? അത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യത്തെ ആരായിരുന്നു? ആദ്യത്തതും ഇപ്പോഴത്തെ എപ്പോഴും ചോദിക്കും. ഫസ്റ്റ് ആരായിരുന്നു? അത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറയും ആദ്യത്തത് രംഗനാഥ മിശ്ര ആയിരുന്നു, ഇപ്പോഴത്തത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. അങ്ങനെയുള്ള കുറേയധികം ഷഫിൾ ചെയ്ത് അതിന്റെ ഇടയിലും കുറെ സ്റ്റേറ്റ്മെന്റ്സ് കേട്ടിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ എത്രയാണ് എന്നുള്ളതാണ്. ആക്ച്വലി നമുക്ക് SC/ST വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ ചൂഷണങ്ങൾ തടയാനുള്ള നിയമം എന്ന് പറയുന്നത് 1989 നിയമമാണ്. ആ നിയമം നിലവിൽ വരുന്നത് 1990 ജനുവരി 30 ഇതില് കുറച്ചധികം സെക്ഷനുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് കുറ്റകരമാണ്. ഈ ഒരു റൂളിൽ അല്ലെങ്കിൽ ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് ഇവരുടെ സ്ഥലം തട്ടിയെടുക്കുന്നത് തെറ്റാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള ശിക്ഷാ നടപടി എന്താണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് എന്നുള്ളതാണ്. SC/ST അട്രോസിറ്റീസ് ആക്ട് 1989 ഇതനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം തടവാണ്. ഓക്കെ, 6 മാസം തടവാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. നമ്മളോട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഇതാണ്. ഏറ്റവും കൂടിയതെന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. ഓക്കെ, ജീവപര്യന്ത തടവാണ് കൂടിയ ശിക്ഷ എന്ന് പറയുന്നത്. മൊത്തം അധ്യായങ്ങൾ എന്ന് പറയുന്നത് 6, മൊത്തം വകുപ്പുകൾ 23. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? അപ്പോൾ നോക്കൂ, മത, ഭാഷ, സാംസ്കാരിക ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നതാണ് കമ്മീഷന്റെ സുപ്രധാന ചുമതല എന്ന് പറയുന്നത്. ഈ പറയുന്ന കമ്മീഷൻ. ഓക്കെ, 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. അപ്പോൾ എന്താണ് വന്നത്? 1993 മെയ് 17 നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും പിന്നെ 5 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, ദെൻ 5 മെമ്പേഴ്സ്. ഈ 5 മെമ്പേഴ്സും ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം? തീർച്ചയായിട്ടും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം. അപ്പോൾ ഇതിലത് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ഇവര് ആക്ച്വലി മൈനോറിറ്റീസ് ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ളവരായിരിക്കണം എന്ന്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് കാലാവധി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് വിപുലമായ അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വേണ്ടതൊന്ന് വേഗം നോക്കാം. ന്യൂനപക്ഷങ്ങളുടെ സാമൂഹിക വികസന പുരോഗതി വിലയിരുത്തുക തീർച്ചയായിട്ടും വേണം. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണാർത്ഥമുള്ള ഭരണഘടനാ വ്യവസ്ഥകളുടെയും നിയമങ്ങളുടെയും പ്രവർത്തനം വിലയിരുത്തുക. ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാലാകാലങ്ങളിൽ സമർപ്പിക്കുക. ന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുകയും തുടർ നടപടികൾക്കായി ശുപാർശ ചെയ്യുകയും ചെയ്യുക. കണ്ടോ, തുടർ നടപടികൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാനേ സാധിക്കുകയുള്ളൂ. ന്യൂനപക്ഷങ്ങൾക്കായുള്ള പരിരക്ഷകളുടെ കൃത്യമായ പരിപാലനത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. പിന്നെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് ആർക്കായിരിക്കും? സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും അല്ലെ. അത് നാഷണൽ ആയതുകൊണ്ട്, കാരണം സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറ്റ് പ്രസന്റ് ഇല്ല ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ. പക്ഷെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഗൂഗിളിലാണെങ്കിലും നോക്കുമ്പോൾ നമുക്ക് കാണിക്കുന്നത് എങ്ങനെയാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ. ആദ്യ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലി ആയിരുന്നു. ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് ഫസ്റ്റത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ഇപ്പൊ ഫസ്റ്റത്തെ അറിഞ്ഞു, ഇപ്പോഴത്തെ അറിഞ്ഞു. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? നമുക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള എത്ര പേരുണ്ട്? 5 പേരുണ്ടെന്ന് വേണം പറയാൻ. ഓക്കെ, അത് മറക്കരുത്. കാരണം നമ്മൾ ബുക്സിൽ നോക്കുമ്പോൾ ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും എന്നുള്ളതാണ് കാണുക. അല്ലെങ്കിൽ എന്താ പറയാ, ചെയർപേഴ്സൺ ഉൾപ്പെടെ 7 അംഗങ്ങൾ എന്നാണ് കാണുക. അതിൽ ഒരിക്കലും കൃത്യമായിട്ട് എന്ത് പറഞ്ഞിട്ടില്ല?
സ്പെസിഫിക് ആയിട്ട് അതിലെന്ത് പറയുന്നില്ല, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള എത്ര പേരുള്ള ഉണ്ട് എന്നുള്ളത് പറയുന്നില്ല. എന്നാൽ സ്റ്റേറ്റിൽ ഒബ്വിയസ്ലി മൈനോറിറ്റീസ് കമ്മീഷനിൽ മൈനോറിറ്റീസ് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് അംഗങ്ങളാകേണ്ടത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുന്നില്ലേ? ഞാനിങ്ങനെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ആക്സ് സെലക്ട് ചെയ്ത് ഇപ്പോൾ LDCയിൽ ചോദിച്ചിട്ടുള്ളത് വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു സമയം ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന നോക്കി ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം എന്താണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ ഇവർ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. ശരിയാണ്, അത് ശരിയായിട്ടുള്ളതാണ്. മാത്രം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തെറ്റാവുള്ളായിരുന്നു. ദെൻ 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു, അതും ശരിയാണ്. അപ്പോൾ ടോട്ടലി ഈ 2 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ്? അപ്പോൾ മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ലഭിക്കാവുന്ന വിവരമാണ്, അതൊരിക്കലും റിജക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം സെക്ഷൻ 8 ഇൻഫർമേഷൻ എക്സംപ്റ്റഡ്, അതായത് ഏതൊക്കെ ഇൻഫർമേഷനാണ് എക്സംപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ കോപ്പിറൈറ്റ് മുഖേന സംരക്ഷിക്കപ്പെട്ടവ, ഇത് വ്യക്തമായിട്ട് സെക്ഷൻ 9 പറയുന്നുണ്ട്. അതായത് കോപ്പിറൈറ്റ് ഓൺ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഒരു വ്യക്തിയുടെ എന്ത് ചെയ്യാൻ പറ്റും? നിരസിക്കാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ റിക്വസ്റ്റ് എന്നുള്ളത് റിജക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് സെക്ഷൻ 9 പറയുന്നത്. ഈ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ ഒരു വ്യക്തിയുടെ ബാങ്ക് നിക്ഷേപങ്ങളുടെ വിവരങ്ങൾ ചോദിക്കാൻ പറ്റുമോ? നമുക്ക് ഇൻഫർമേഷൻ അറിയണമെന്ന് പറഞ്ഞിട്ട് ഇല്ല. ദെൻ മുകളിൽ പറയുന്നവയെല്ലാം എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് ചോദ്യം നോക്കി, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 1993 രൂപീകൃതമായി. 102 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം നേടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്താലും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് 102 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ ഏതാണ്? 338B പറയുന്നത്, ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റസ് ലഭിക്കുന്നത്, അല്ലേ? 2018 ഈ ഒരു അമെൻമെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ എന്തായാലും നമുക്ക് എന്ത് മനസ്സിലായി? ശരിയാണെന്ന് മനസ്സിലായി. നമുക്ക് പക്ഷേ ഓപ്ഷനിൽ 1 മാത്രം ശരി എന്നുള്ളത് അപ്പോൾ കളയാൻ പറ്റും. പിന്നെ 1 മുതൽ 4 വരെ എന്നുള്ളതും 1 മുതൽ 3 വരെ എന്നുള്ളതും നമുക്ക് തൊടാൻ പറ്റില്ല അപ്പം, അല്ലേ? ദെൻ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത് പ്രധാനമന്ത്രിക്കാണ്, കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. എന്തായാലും പ്രധാനമന്ത്രിക്ക് നൽകുന്ന രീതിയിൽ ഒരു വാർഷിക റിപ്പോർട്ട് നമ്മൾ ഒരു കമ്മീഷൻസിലും പറയുന്നില്ല. ഒന്നില്ലെങ്കിൽ രാഷ്ട്രപതിക്ക്, അല്ലെങ്കിൽ എന്താണ് ഗവൺമെൻറ്റിലും, അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ നമുക്ക് എന്തായാലും ഓപ്ഷൻ ഇത് കളയാൻ പറ്റും. അപ്പോൾ 3 വരെ എന്നുള്ളതും ഇതും പോകുമ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. അപ്പോൾ 1993 രൂപീകൃതമായത് എന്നുള്ളത് അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. നമ്മൾ കമ്മീഷൻസ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റത്തെ ചെയർമാൻ ആരാണ്, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും പഠിക്കണമല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്ക കാലേൽക്കർ എന്നുള്ളതാണ് കേട്ടോ പേര്. ഓക്കെ, കാലേൽക്കർ എന്നാണ്, കാലേൽക്കർ. ദെൻ നൗ ഇപ്പോൾ ആരാണ്? ശ്രീ ഹൻസരാജ് ഗംഗാറാം അഹിർ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. നമ്മൾ നോക്കുമ്പോൾ ഈ നാഷണൽ കമ്മീഷൻ ഫോർ BCയിൽ ചെയർപേഴ്സൺ ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെ 3 അംഗങ്ങളും ഉണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം 5 അംഗങ്ങളാണ് ഉള്ളത്. ഈ 5 അംഗങ്ങളിൽ എന്താണ് ഒബ്വിയസ്ലി ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ചെയർമാനും ആയിരിക്കണം, പിന്നെ അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് എങ്കിലും ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഒരു സ്ത്രീ എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതും പറയുന്നുണ്ട്. പിന്നെ ടെന്യൂർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 years ആണ്. നെക്സ്റ്റ് ഒരു ചോദ്യം നോക്കിയേ, ഇതിൽ ഏതാണ് ഒരു ഭരണഘടനാ സ്ഥാപനം? ഭരണഘടനാ സ്ഥാപനം അഥവാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ ആ ഒരു ബോഡിയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാണ്, അല്ലേ? അല്ലാതെ ഒരു നിയമം വഴി വന്നിട്ടുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി, കേവലം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെയൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ബോഡീസും ഉണ്ട്. അപ്പോൾ ഇവിടെ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് നമുക്കറിയാം. പട്ടികജാതി കമ്മീഷൻ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഇതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അല്ലേ? 2004 വരുന്നത്, അല്ലേ? നമുക്കറിയാം 338 ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ പറയുന്നുണ്ട്. എന്നാൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? അല്ല. ഓക്കെ, അപ്പോൾ അതും കൂടി നിങ്ങളിപ്പോൾ ഈ ഒരു ചോദ്യത്തിലൂടെ മനസ്സിലാക്കിയിരിക്കണം. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. നെക്സ്റ്റ് ഈ ചോദ്യം പലതരത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്ന ഉത്തരവുകൾ, ഇത് പലതരത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് ഡീറ്റെയിൽ ആയിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ സംരക്ഷണ ഉത്തരവ് തീർച്ചയായിട്ടും പുറപ്പെടുവിക്കാൻ സാധിക്കും, അല്ലേ? ദെൻ താമസ സൗകര്യത്തിനുള്ള ഉത്തരവ് അതും ചെയ്യാൻ പറ്റും, നഷ്ടപരിഹാരത്തിനുള്ള ഉത്തരവ് അതും ചെയ്യാൻ പറ്റും, കസ്റ്റഡി ഉത്തരവ് അതും ചെയ്യാൻ പറ്റും. അപ്പോൾ മൊത്തത്തിൽ മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന ഉത്തരവുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് നമുക്കറിയാം പ്രസിഡന്റ് ആണ്, അല്ലെ? പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. പക്ഷേ ഒരു സെലക്ഷൻ കമ്മിറ്റീനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്? പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലോക്സഭ ഒപ്പോസിഷൻ മിനിസ്റ്റർ ഉണ്ട്,
അല്ലേ? പിന്നെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ഉണ്ട്. ഇങ്ങനെയുള്ള മൂന്നംഗ സമിതിയാണ്. എന്നാൽ NHRC വരുമ്പോൾ അവിടെ 6 അംഗ സമിതിയാണ് വരുന്നത്. അത് നോട്ട് ചെയ്യണം കേട്ടോ. നമുക്കറിയാം പ്രസിഡന്റാണ് നിയമിക്കുന്നത്, പ്രസിഡന്റാണ് നീക്കം ചെയ്യുന്നത്. പ്രസിഡന്റിന് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? രാജിക്കത്ത് നൽകേണ്ടത്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ട റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ മാക്സിമം നോക്കുന്നത്. കാരണം നമുക്ക് മാക്സിമം ക്വസ്റ്റൻസ് ഇമ്പോർട്ടൻറ്റ് ആക്സിൻ്റെ ഭാഗത്ത് നിന്ന് കാണണം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം പുതുതായി ഉൾക്കൊള്ളിച്ചത് ഏതാണ്? ഓക്കെ, ഇ-കൊമേഴ്സ്, ഓൺലൈൻ പരാതി നൽകൽ, പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകൽ, മധ്യസ്ഥതയിലൂടെ തർക്കപരിഹാരം. ആക്ച്വലി ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. കാരണം തുടക്കത്തിൽ 1986 ഈ ഒരു ആക്ട് വരുമ്പോൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതിൽ ഈ പറയുന്ന അന്ന് ഓൺലൈനില്ലല്ലോ. അപ്പോൾ ഓൺലൈൻ ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ആ ഒരു സംഭവം, ആ ഒരു കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ചുള്ള പ്രൊട്ടക്ഷനും ഒന്നും ആ ഒരു ആക്ടിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. 1986 ഡിസംബർ 24 ഈ ഒരു കമ്മീഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഓൺലൈനിലൂടെ വാങ്ങിക്കുന്ന സംഭവങ്ങളൊന്നും വരില്ല അതിൻ്റെ അണ്ടറിൽ. സോ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് 2019 ഇങ്ങനെ ഒരു ആക്ട് ഭേദഗതി ചെയ്തിട്ട് പുതുതായിട്ട് വരുന്നത്, അല്ലേ? അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം വീണ്ടും ഈ വേണ്ടതായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പുതുതായിട്ട് വരുന്നത് അങ്ങനെയാണ്. 2020 ജൂലൈ 20 ഇത് വരുന്നത് ഈ നിയമം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൺലൈൻ്റെ സംഭവങ്ങൾ എന്തായാലും വരും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇ-കൊമേഴ്സും ഓൺലൈൻ പരാതി നൽകലും ഉണ്ട്, അല്ലേ? അപ്പോൾ 1 ഉം 2 ഉണ്ട്. 1 and 2 എന്നുള്ളത് ഒബ്വിയസ്ലി ഉണ്ട് കേട്ടോ ഓപ്ഷനിൽ. അപ്പോൾ ഈ 2 ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാം. ദെൻ പരാതിക്കാരൻ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകുക, അതെന്തായാലും തുടക്കത്തിൽ പറയാൻ സാധ്യതയില്ലല്ലോ, അല്ലേ? കാരണം ഇപ്പോൾ എവിടെ നിന്നാണോ വാങ്ങുന്നത് അവിടെ നിന്ന് തന്നെ പോയി പരാതി നൽകുക, ആ ഒരു ഏരിയയിൽ നിന്ന്. അല്ലാണ്ട് എവിടെ നിന്നാണോ നിങ്ങൾ വാങ്ങിയത് അവിടെ പോയി കേസ് കൊടുക്കണം അല്ലെങ്കിൽ ഫയൽ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നതിനേക്കാൾ അത് ഇപ്പോഴല്ലേ സാധ്യത കൂടുതൽ അത് പറയാൻ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്ഷൻ ഡിയിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, പോക്സോ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഇത്? കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്താൻ പാടില്ല. ഇത് ശരിയാണ്, അല്ലേ? ദെൻ മൊഴിയെടുക്കുന്നത് കുട്ടിയുടെ താമസ സ്ഥലത്ത് വച്ചായിരിക്കണം. ശരിയാണ്. പോലീസ് മൊഴിയെടുക്കുമ്പോൾ യൂണിഫോമിലായിരിക്കണം. തെറ്റ്, യൂണിഫോമിലാകാൻ പാടില്ല എന്നാണ് പറയുന്നത്, അല്ലേ? ഒരു കാരണവശാലും കുട്ടിയെ രാത്രി തടങ്കലിൽ വെക്കാൻ പാടില്ല. ശരിയാണത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് പക്ഷേ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ദെൻ അടുത്തത്, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഇപ്പോൾ ആരാണ്? നമുക്കറിയാലോ, ജസ്റ്റിസ് വി അലക്സാണ്ടർ തോമസ്. ഇനി ഫസ്റ്റത്തെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ കേരളത്തിൻ്റെ ആരാണ്? ജസ്റ്റിസ് എം പരീത് പിള്ളൈ. ഓക്കെ, അടുത്ത ചോദ്യം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ഇപ്പോൾ ഞാൻ പറഞ്ഞോളൂ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ശ്രീ ഇക്ബാൽ സിംഗ് ലാൽപുര. നെക്സ്റ്റ് ചോദ്യം, ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? അതാരാണ്? ശ്രീ കിഷോർ കുമാർ മക്വാന. നെക്സ്റ്റ് ചോദ്യം, കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ താഴെ പറയുന്നവയിൽ ആരാണ്? പി സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? കമ്മീഷനിൽ 5 അംഗങ്ങളാണ് ഉള്ളത്. ആക്ച്വലി ഇൻക്ലൂഡിംഗ് ചെയർമാൻ ടോട്ടൽ 6 മെമ്പേഴ്സാണ്, അല്ലേ? അപ്പോൾ ഇവർ ചെയർപേഴ്സണെ കൂടാതെ ആയിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക 5 സ്ഥിര അംഗങ്ങൾ അല്ലെങ്കിൽ സ്ഥിര അംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 1 ആക്ച്വലി എന്താണ് റൈറ്റ് ആയിട്ടാണ് ഇവരെടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരംഗമാണ്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി അംഗമാണെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി എന്ന് പറയുന്നത് അംഗമാണോ? മുൻ ജഡ്ജി അല്ല, ചീഫ് ജഡ്ജിയാണ് പറയുന്നത്, അല്ലെ? ചീഫ് ജസ്റ്റിസ് ആണ് പറയുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ആൻസർ എന്ന് പറയുന്നത് ഓൺലി 1 and 2. ഓക്കെ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പ് നൽകുന്നില്ല? സ്ഥിരം ചോദിക്കാറുള്ളതാണ്. തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം നമുക്കുണ്ട്. ചൂഷണത്തിനുള്ള അവകാശമാണ് ഇല്ലാത്തത്. ഓക്കെ, നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഏത് സെക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ വകുപ്പ് വെച്ചിട്ട് ആ ഒരു സെറ്റ് ഓഫ് LDCയുടെ ക്വസ്റ്റൻസിൽ പലതിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ട് മാറി. മീൻസ് അതിൽ സെക്ഷൻ അങ്ങനെ ചോദിക്കുന്നില്ല, പകരം അങ്ങനെ ഡ്യൂട്ടീസ് ഒക്കെ തന്നിട്ട് മാറ്റി മറിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്നാലും നിങ്ങൾ വകുപ്പൊന്ന് നോക്കി വെച്ചേക്കുക, 10ാമത്തെ വകുപ്പിലാണത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3ാമത്തെ വകുപ്പുണ്ടല്ലോ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 3ാമത്തെ വകുപ്പിലാണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 3 Clause 1 പറയുന്നത്. 3 Clause 2 കമ്മീഷന്റെ അംഗങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ എന്താണ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നൊന്ന് ജസ്റ്റ് വേഗം നോക്കാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കി. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപടികൾ ശുപാർശ ചെയ്യുകയുമാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രധാന ചുമതല. ഓക്കെ, 1992 ജനുവരി 31 ദേശീയ കമ്മീഷൻ സ്ഥാപിതമാകുന്ന ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 92 ജനുവരി 31. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും. അപ്പോൾ ഒരു ചെയർപേഴ്സൺ, അതുപോലെ 5 അംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. ഓക്കെ, അംഗങ്ങളെ നിയമിക്കുന്ന ആരാണ്? കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 3 years ആണ് ടെന്യൂർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ സംസ്ഥാന
വനിതാ കമ്മീഷൻ പറയുമ്പോൾ 5 വർഷമാണ്. അപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനിൽ ഉള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. ഇത്രയും അതിൽ പറയുന്നുള്ളൂ കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട്. പിന്നെ ഇവിടെ എന്താണ് ആസ്ഥാനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രസിദ്ധീകരണം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള എന്നുള്ളതാണ് പ്രസിദ്ധീകരണം കേട്ടോ. അതിപ്പോൾ പറഞ്ഞുള്ളൂ. വെബ് പോർട്ടൽ ചോദിക്കുകയാണെങ്കിൽ നാരി എന്നുള്ളതാണ് വെബ് പോർട്ടൽ. ഓക്കെ, ഇനി ഇവിടെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിനെ കുറിച്ച് പറയുന്നത് മാർച്ച് 8 എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ദെൻ ഇവിടെ സ്ത്രീധന നിരോധന നിയമം 1961 എന്നുള്ളത് പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോക്കി വെച്ചേക്കുക, കാരണം ഇത് ചിലപ്പോൾ ചോദിക്കാം. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് സ്ത്രീധന നിരോധന നിയമം, ഡൗറി പ്രൊഹിബിഷൻ ആക്ട് കൊണ്ടുവരുന്നത്. പിന്നെ ഗാർഹിക പീഡനം നമുക്ക് വരുന്നുണ്ട് ഇതിൽ ചോദ്യം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമം ഒന്ന് നോക്കി വെച്ചേക്കുക. 2005, അതായത് സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഹ്യൂമൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഗാർഹിക പീഡന നിരോധന നിയമമൊക്കെ വരുന്നത്. വന്നത് 2006 ഒക്ടോബർ 26 വരുന്നത്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്, സംരക്ഷണമാണ് നൽകുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് താഴെ. ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് സംരക്ഷണവും താമസവും സാമ്പത്തിക സമാശ്വാസ നടപടികളും ഈ നിയമം ഉറപ്പുവരുത്തുന്നു. ഇത് വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് ഓരോ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ്റെ ചോദ്യം കണ്ടില്ല. അപ്പോൾ ഇതിൽ ടെക്സ്റ്റിലുണ്ട് കേട്ടോ. നമ്മൾ അതിൽ കൂടുതൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പോയിന്റ്സ് ഞാൻ ക്വസ്റ്റനിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡ്യൂട്ടീസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. കേരള സംസ്ഥാന പിന്നാക്ക കമ്മീഷനെ കുറിച്ചൊക്കെ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാണ് ആകുക? അത് മജിസ്ട്രേറ്റിനാണ് കേട്ടോ. ബാക്കിയുള്ളവർക്കൊന്ന് നോക്കൂ. സംസ്ഥാന ഗവൺമെന്റ്, പ്രാദേശിക NGO, പ്രൊട്ടക്ഷൻ ഓഫീസർമാർ, ഇവർക്കൊക്കെ ഉപദേശിക്കാൻ സാധിക്കും? ഒരിക്കലും ഇല്ല അല്ലേ. മജിസ്ട്രേറ്റിന് തന്നെ സാധിക്കുള്ളൂ. പ്രൊട്ടക്ഷൻ ഓഫീസർമാർക്കാണ് ആക്ച്വലി പരാതി, അതായത് കേസ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് ആർക്കാണ് ഗാർഹിക പീഡനവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ. ഇത് സെക്രട്ടേറിയറ്റ് OE എക്സാമിന് ചോദിച്ച ചോദ്യം. 2005 വിവരാവകാശ നിയമത്തിന്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. അപ്പോൾ നോക്കി, ഇത് സെക്ഷൻ വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ വിവരാവകാശ നിയമത്തിന്റെ 2-ാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം. അപ്പോൾ നോക്കി, ഇൻഫർമേഷൻ, അതായത് എന്തിനൊക്കെയുള്ള അവകാശമാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ വകുപ്പ് കാണുമ്പോൾ അയ്യോ വകുപ്പ് എനിക്ക് അറിയില്ലല്ലോ എന്ന് പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അവകാശം, അതായത് ഇൻഫർമേഷൻ കിട്ടാനുള്ള അവകാശം, എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടാനുള്ള അവകാശമാണ് ഉള്ളത് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ ആൻസർ കിട്ടും, പക്ഷെ നമ്മൾ വിചാരിക്കും അറിയില്ല എന്ന് വെച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ആദ്യമേ എന്തെങ്കിലും മാർക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഒരു റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ച് നോക്കുക ഓപ്ഷൻസ് ഒക്കെ, എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. ദെൻ ജോലി രേഖകൾ. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന, അതുപോലെ രേഖകളുടെയും ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കുക, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിൾ എടുക്കൽ. മുകളിൽ പറഞ്ഞവയെല്ലാം നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം തന്നെ പോസിബിൾ ആണ് അല്ലേ. നമുക്ക് ഇതൊക്കെ ലഭ്യമാകാനുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമായിട്ട് ഇൻഫർമേഷൻ ആക്ടിൽ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം 2012 ഇനി 24ാമത്തെ ചോദ്യം. 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. അപ്പോൾ തെളിവ് നൽകാനുള്ള ആ ഒരു പരിധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഓക്കെ, പിന്നെ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ കേസ് എടുത്തിരിക്കണം. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇരയായിരിക്കുന്നവർക്ക് ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാൻ എന്തില്ല, പരിധിയില്ല. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പോക്സോ നിയമപ്രകാരം കുട്ടി എന്നാൽ നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ഇത് നടക്കുമ്പോൾ ആരാണ്? രേഖാ ശർമ്മയാണ്. ഓക്കെ, നടക്കുമ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ കെ രഹത്തകർ. ഓക്കെ, രഹത്തകർ എന്നുള്ളതാണ് പേര്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ആദ്യത്തെ ആളാരായിരുന്നു? ജയന്തി പട്നായിക് ആയിരുന്നു. ഓക്കെ, ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ആക്ച്വലി ഇത് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. ഓക്കെ, CCPA എന്ന് നമ്മൾ പറയുന്ന സംഭവമാണത്. അപ്പോൾ ഇതിൽ സംരക്ഷണ ഏജൻസി എന്ന് പറയുന്ന അർത്ഥമില്ല, പക്ഷേ ഒരു ഓപ്ഷനിൽ കൊടുത്തിരുന്നത് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ CCPA ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? സംരക്ഷണ ഉത്തരവ്, താമസ ഉത്തരവ്, പണാശ്വാസം, ഇതെല്ലാം പറ്റും അല്ലേ. ദെൻ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ, സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിന് 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ 20,000 വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രീംലി ഫാക്ച്വൽ ആണ്, അറിയില്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. ദെൻ NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു?
ചെയർപേഴ്സൺ ഉൾപ്പെടെ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. 6 അംഗങ്ങൾ. ദെൻ വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. ഏതൊക്കെ സന്ദർഭങ്ങളിൽ? ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻവിധി കാണിക്കുക. ശരിയാണ്. ദെൻ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്നു. അതെന്തായാലും ആകാൻ സാധ്യതയില്ല. സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ളതെന്നുള്ളത് അല്ലേ. ദെൻ ഏതൊരു വ്യക്തിയുടെയും ജീവനോ ശാരീരിക സുരക്ഷയോ അപകടത്തിലാക്കുക. അത് സാധ്യതയുള്ള ഒന്നാണ് അല്ലേ. സാധ്യതയുള്ളതെന്നല്ല, അതെന്തായാലും അത് അങ്ങനെ അപകടത്തിലാവുമെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണല്ലേ. അപ്പോൾ അതും വരുന്നതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഡിലീറ്റ് ചെയ്യപ്പെട്ട ഒരു ക്വസ്റ്റനാണ് കേട്ടോ. ദെൻ ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? ദേശീയമായതുകൊണ്ട് കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? അത് ഏത് സെക്ഷനിലാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്? അത് വകുപ്പ് 5 ക്ലോസ് 2 കേട്ടോ. വകുപ്പ് 5 ക്ലോസ് 2. അടുത്ത ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. ഇത് ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. നമ്മൾ നേരത്തെ ഇതേ ചോദ്യം കണ്ടു അല്ലേ. അപ്പൊ 50 ലക്ഷം വരെ കണ്ടോ. ഇവിടെ 50 ലക്ഷം എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. 50 ലക്ഷമാണ് ശരിക്കും. 50 ലക്ഷം വരെയാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി നമുക്കറിയാം. ഇത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഡിലീഷൻ പോയൊരു ക്വസ്റ്റൻ ആണത്. അടുത്ത ചോദ്യം, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി ആയിരിക്കില്ലേ. ബാക്കി നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ അറിയാം. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസോ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആയിരിക്കില്ല എന്നുള്ളത്. ദെൻ ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? എല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം. ഇത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലേ, നമ്മളത് കണ്ടു. ദെൻ ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? മാർച്ച് 15. ദെൻ ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമനിർമ്മാണമാണ് പാസാക്കിയത്? നമുക്കറിയാവുന്ന നിയമമാണ് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007. അന്ന് ഇത് ഇത്രയും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചോദിച്ചെങ്കിലും ഇനിയുള്ളതിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. അത് ഓക്കെ. അപ്പോൾ അതിൽ വന്നതിൻ്റെയൊക്കെ അഡീഷണൽ ഫാക്ട്സ് ആവുന്നതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് LDCയുടെ എല്ലാ സ്റ്റേജും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അറ്റ്ലീസ്റ്റ് ലൈക്ക് എങ്കിലും ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.